ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ റെസിപ്പി നല്ല അടിപൊളിയായിട്ടുള്ള ഒരു മാമ്പഴ പുളിശ്ശേരിയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കിയാലോ. ഞാനിവിടെ ഒരു 7 ചപ്പിക്കുടിയൻ മാങ്ങ എടുത്തിരിക്കുന്നത്. നമ്മുടെ ഇവിടെ ചപ്പിക്കുടിയൻ, തല്ലിക്കുടിയൻ എന്നൊക്കെ പറയും. അപ്പോൾ നല്ല പഴുത്ത മാങ്ങയാണ് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാനായിട്ട് വേണ്ടത്. അപ്പോൾ ഒരു 7 എണ്ണം എടുത്തിട്ടുണ്ട്. അതിൻ്റെ തോല് നമുക്ക് ഇതുപോലെ കളയണം. എല്ലാ മാങ്ങയും അതുപോലെ തോട് കളഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ഒരു 5 പച്ചമുളകാണ് വേണ്ടത്. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള പച്ചമുളകിന് അധികം എരിയില്ലാത്തത് കൊണ്ടാണ് ഞാൻ 5 എടുത്തിരിക്കുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പിലയും വേണം. ഇനി നമുക്കിത് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നോൺ സ്റ്റിക്കിൻ്റെ ചട്ടിയിലാണ് ഞാനിപ്പോൾ കറി ഉണ്ടാക്കാൻ പോകുന്നത്. അതിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്ക് പൊടികളാണ് വേണ്ടത്. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടിയാണ് വേണ്ടത്. ആവശ്യത്തിനുള്ള ഉപ്പും പിന്നെ നമ്മൾ 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർക്കുന്നുണ്ട്. മാമ്പഴ പുളിശ്ശേരി ഒരു മധുരമുള്ള കറിയാണ്. അപ്പോൾ നമുക്ക് ആ മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 2 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ഇടാം. അപ്പോൾ ഈ മധുരം കൂടുതലായിട്ട് നിൽക്കുമ്പോൾ നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് നല്ല അടിപൊളി ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ മധുരം പഞ്ചസാര ഇട്ട് കൊടുക്കുന്നത്. ഇനി അതിലേക്ക് ഒരു ഗ്ലാസ്സിനടുത്ത് നമുക്ക് വെള്ളം കൂടി ഒഴിച്ചിട്ട് നല്ലതുപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. വരുമ്പോൾ നമുക്കൊന്ന് ഇടയ്ക്ക് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് അരപ്പാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് അരപ്പിന് വേണ്ടി ഇവിടെ 1/2 മുറി തേങ്ങ ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ അടുത്ത് മഞ്ഞൾപ്പൊടിയും തേങ്ങ അരഞ്ഞ് കിട്ടാനുള്ള ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ച് നമുക്ക് നല്ലതുപോലെ പേസ്റ്റാക്കി അരച്ചെടുക്കാം. ശേഷം തേങ്ങയുടെ അരപ്പ് നമ്മുടെ മാങ്ങയിലേക്ക് ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം തീ കുറച്ച് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. തേങ്ങയുടെ അരപ്പൊക്കെ മാങ്ങയിലേക്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഒരു 1/2 കപ്പ് തൈരാണ് വേണ്ടത്. നമ്മൾ കട്ട തൈരാണെങ്കിൽ അതൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ട് ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്ക് തീ കുറച്ച് വെക്കാം. തൈര് ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി തിളപ്പിക്കേണ്ട ആവശ്യമില്ല. അപ്പം ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് കറി താളിക്കാം. അതിനൊരു ചട്ടി അടുപ്പത്ത് വെക്കുക. അതിൽ നമുക്ക് ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ തന്നെ ഒഴിക്കുക. ഈ കറിയൊക്കെ താളിക്കുമ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുമ്പോൾ നമ്മുടെ കറിക്ക് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് 1/2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കുക. കടുക് ഒന്ന് പൊട്ടി വന്നതിന് ശേഷം അതിലേക്ക് നമുക്ക് ഉലുവ ഇട്ട് കൊടുക്കുക. ഒരു 7 ഒക്കെ ഉലുവ മതിയാവും, അതിൽ കൂടണ്ട. അതിനുശേഷം നമുക്ക് വറ്റൽമുളകും വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് തീ ഓഫ് ചെയ്ത് നമ്മുടെ മാമ്പഴ പുളിശ്ശേരിക്ക് ഈ താളിപ്പ് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ടുള്ള മാമ്പഴ പുളിശ്ശേരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾ ചോറിനൊക്കെ കൂട്ടാനായിട്ട് നല്ലൊരു അടിപൊളി കറി തന്നെയാണ്. അപ്പോൾ അതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു അടിപൊളി വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം.